radiocarbon dating. In 1991, the mummy of White Sea of Stone Age found. When did White Sea approximately live and die? If the ratio of carbon 14 to carbon 12 in this mummy is 52.5 of the living organs. അപ്പോൾ ഇവിടുത്തെ ഫിസിക്കൽ ഇൻഫർമേഷൻ നമുക്കറിയാം, മോഡലിംഗിന്റെ സ്റ്റെപ്പുകൾ അറിയാലോ. ആദ്യം ഫിസിക്കൽ ഇൻഫർമേഷനിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും അവിടെ, രണ്ടാമത്തത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്, മൂന്നാമത്തത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇന്റർപ്രറ്റ് ചെയ്യലാണ്. ഇവിടെ ഫിസിക്കൽ ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് ഇൻ ദ atmosphere and in the living organisms, the ratio of radioactive carbon, C14 to ordinary carbon C12. Ordinary carbon C12 is present. Radioactive carbon present in the atmosphere and in the living organisms, the ratio of radioactive carbon C14 to ordinary carbon C12 both living organism ratio of radioactive carbon to ordinary carbon is a constant. When organism dies, its absorption അപ്പോൾ നമുക്കിനിയിപ്പോ ഇതിന്റെ ഇതറിയാൻ വേണ്ടിയിട്ട് ഹാഫ് ലൈഫ് ഓഫ് കാർബൺ 14 അറിഞ്ഞാൽ അത് to solve, we know the half-life of C14, the half-life of carbon 14 is 5715 years. അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇത് ഏതാ? അപ്പോ ഇവിടെ നമ്മുടെ dy/dx അല്ലെ, dy/dx ഈസ് ഈ y എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എമൗണ്ട് ഓഫ് y ഓഫ് t എന്നുള്ളത്. ഇവിടെ dy/dx is equal to minus k into y, dk ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് dy/y is equal to minus k dx. അപ്പോൾ integral 1/y dy is equal to minus k into integral dx. log y is equal to minus kx. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പണിയാണിത്. log c, log y minus log c is equal to മൈനസ്, നമുക്കിവിടെ ടൈം ആയിട്ട് പറയാം. അപ്പോൾ t
ടി ടൈം ആണെന്ന് പറയാം മൈനസ് കെ ലോഗ് വൈ ബൈ സി ഇസ് ഈക്വൽ ടു ഡി ടി ആയിട്ട് പറയാം ഡി ബൈ ഡി ടി പറയാം ടൈമാണ് വേണ്ടത് ഡി ബൈ ഡി ടി പറഞ്ഞത് അപ്പോൾ മൈനസ് കെ ടി അപ്പോൾ y by c is equal to e raised to minus kt y is equal to c into e raised to minus kt. This is equation 1. When t is equal to h ഉദ്ദേശിക്കുന്ന half of original substance is plus. So t പകുതി സമയമാകുമ്പോൾ ഹാഫ് ലൈഫ് ആകുമ്പോൾ half of original substance is still present. ഹാഫ് ലൈഫാണ് എച്ച് എന്നെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും വൈ അതായത് ഹാഫ് ആവുന്നത് എത്രയാണ് ഇനിഷ്യൽ എമൗണ്ട് നോക്കുക ഇനിഷ്യൽ എമൗണ്ട് ഞാൻ എടുക്കുന്നത് ലെറ്റ് വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൈ സീറോ എന്ന് എടുക്കുന്നത് ലെറ്റ് വൈ ഓഫ് സീറോ എന്ന് പറയുന്നത് സീറോ ടൈമിൽ ഇനിഷ്യൽ അത് വൈ സീറോ എന്ന് എടുക്കുന്നു നമുക്കിവിടെ വൈ ഓഫ് ടി ആണ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എന്താവും സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇവിടെ സീറോ ആവും അല്ലേ അപ്പോൾ സി ഇസ് ഈക്വൽ ടു വൈ സീറോ എന്നാവും അപ്പോൾ ഇനിഷ്യൽ എമൗണ്ട് ആണ് വൈ സീറോ ഉദ്ദേശിക്കുന്നത് വൈ സീറോ എന്ന ഇനിഷ്യൽ എമൗണ്ട് ആണ് അപ്പോൾ ഹാഫ് ടൈമിൽ എന്താവും വെൻ ടി ഈസ് ഈക്വൽ ടു ഹെച്ച് ഹാഫ് ടൈമിൽ ദെൻ വൈ സീറോ എന്തായിട്ട് മാറും വൈ എന്ന് വെച്ചാൽ മതി വൈ എന്നുള്ളത് വൈ സീറോ ബൈയുടെ പകുതി ആവും അല്ലേ വൈ ഈക്വൽ ടു വൈ സീറോ ബൈ ഹാഫ് ആവും അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1 വൈ സീറോ ബൈ 2 ഇസ് ഈക്വൽ ടു സിന്റെ പ്ലേസിൽ എന്താണ് വൈ സീറോയിൽ കൊടുത്തത് സിന്റെ പ്ലേസിൽ വൈ സീറോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എച്ച് എന്നാണ് അപ്പോൾ വൈ സീറോ ബൈ 2 ഇസ് ഈക്വൽ ടു വൈ സീറോ ഇൻറ്റു e raised to minus kh ടിക്ക് വരെ h കൊടുത്തല്ല y സീറോ കട്ട് ചെയ്ത് പോയാൽ e raised to minus kh 1/2 is equal to e raised to minus kh അപ്പോൾ ഇവിടുന്ന് e raised to minus kh is equal to 1/2 ആവും അപ്പോൾ ഇവിടുന്ന് മൈനസ് കെ എച്ച് എന്താവും ലോഗ് 1/2 ആവും ഇനി ഇവിടെ ഹാഫ് ലൈഫ് ഓഫ് കാർബൺ തന്നിട്ടുണ്ടല്ലോ അത് നമുക്ക് ഹാഫ് ലൈഫ് ഓഫ് കാർബൺ എത്രയും തന്നിട്ടുണ്ട് 5715 അല്ലേ 5715 here h is 5715 so minus k into 5715 is equal to log 0.5 so minus k is equal to log 0.5 എന്താവും log 0.5 എത്രയുടെ log 0.5 എത്ര
നീ കാൽക്കുലേറ്റർ അടിച്ചു നോക്ക്. മൈനസ് പോയിന്റ് ലോഗ് 0.5 പോയിന്റ് 0.69 0.693 ബൈ 5715 ആണല്ലേ. 5715 ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ സിംപ്ലൈസ് കെ ഇസ് ഈക്വൽ എന്താ വരിക, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 0.693 ബൈ 5715 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക, എന്ന് പറഞ്ഞേ. താഴെ ചെറുതല്ലേ, മുകളിൽ വലുതല്ലേ. പോയിന്റ് എത്ര വരിക, 0.693 ബൈ 5715. നമുക്ക് വർഷത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് 5715 ഇയേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ 5715 ഇയർ തന്നെയാണ്, അതങ്ങ് അതുപോലെ ഡിവൈഡ് ചെയ്താൽ മതി. എന്താ പറഞ്ഞേ, 0.00 121. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറും, സിന്റെ പ്ലേസിൽ y0 അല്ലേ. then equation 1 becomes y is equal to y0 into c into e raised to minus k ന്റെ വാല്യൂ ഇതല്ലേ, മൈനസ് 0.000121 t. ഇതാണ് y of t എന്നുള്ളതാണ്. y of t is equal to this. ഇനി ഫൈനലി നമുക്ക് വേണ്ടത് വി യൂസ്, അവിടെ തന്നിട്ടുണ്ട് ഈ റേഷ്യോ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്ര റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റേഷ്യോ, ആ റേഷ്യോ എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 52.5% എന്നാണ്. അപ്പോൾ ഫൈനലി വി യൂസ് ദ റേഷ്യോ, we use the ratio (52.5%) for determining, കണ്ടുപിടിക്കേണ്ടത് എന്താ, for determining the time t, നമുക്ക് എത്ര സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, വർഷമാണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര വർഷമായി എന്നുള്ളത്, ടൈം ടി when OHC died. അപ്പോൾ that is y0 എന്തായിട്ട് മാറി, 52.5% of y0 അല്ലെ. അപ്പോൾ അല്ല, y is equal to 52% of y0. So y is equal to 52.5 by 100 y0. So y is equal to 0.525 y0. ഇനി നമ്മുടെ സൊല്യൂഷൻ y is equal to y0 e raised to minus 0.00012 t അല്ലേ. ഇത് becomes
വൈൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക 0.525y0 is equal to y0 times e raised to minus 0.0012 so that is e raised to minus 0.0012 t is equal to 0.525. നമുക്ക് ടി ആണല്ലോ വേണ്ടേ, ഇവിടെ ലോഗരിതം എടുത്താൽ മതിയല്ലോ, രണ്ട് സൈഡും ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗരിതം ഓഫ് e raised to minus 0.0012 t is equal to 0.525. അപ്പോൾ എന്താവും ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ മൈനസ് 0.0012 t ലോഗ് അല്ലേ ഇ മൈനസ് 0.0012 t into log e is equal to 0.525 അല്ലേ. അപ്പോൾ ലോഗ് ഇ 1 ആണല്ലോ, മൈനസ് 0.00012 t is equal to 0.525. നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര വർഷമായിട്ട് അതവിടെ ഭൂമിക്കടി കിടപ്പുണ്ടെന്നാണ്. 0.525 by മൈനസ് 0.00012. ഇത് അടിക്കുമ്പോൾ എത്ര വരണേ കാൽക്കുലേറ്ററിൽ? മൈനസ് 4.375. ഒന്നും അടിച്ചു കറക്റ്റാണോ അടിച്ചത്? കാൽക്കുലേറ്റർ കറക്റ്റാണോ പറഞ്ഞത് ആൻസർ? ഓ ഇപ്പോഴത്തെ ലോഗ് ഉണ്ടല്ലേ, ഇപ്പോഴത്തെ ലോഗ് ഉണ്ടല്ലോ, അത് ലോഗ് എഴുതാൻ പറ്റുമല്ലോ ഇവിടെ. ശരിയാണ്, ഈക്വൽ ടു ലോഗ് 0.525. അപ്പോൾ അതെത്ര വരണം? ലോഗ് 0.525 ലോഗ് 0.525 എത്രയാ പറയാൻ പറ്റൂ? ഒന്ന് പറഞ്ഞേ, എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല. ലോഗ് 0.525 എത്രയാ? മൈനസ് 0.644 minus 0.644 minus 0.644 by this. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താ വരണേ? ഒന്ന് പറയണോ? ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 5 അല്ലേ, 6 ആണല്ലോ ഇവിടെ അല്ലേ. അപ്പോൾ ഇത് ഇയേഴ്സ് ആണല്ലേ, ഇയേഴ്സ് മുമ്പാണല്ലേ. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? കണ്ടുപിടിക്കേണ്ടത് when did approximately live and die, ഏത് കാലഘട്ടത്തിൽ എത്ര വർഷം മുമ്പാണ് ജീവിച്ചിരുന്നതാണ് അല്ലേ. അപ്പോൾ 5366 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ.
that is approximately 7366 years ago. അതാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പോൾ ഇതില് ക്വസ്റ്റ്യനിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മാത്തമാറ്റിക്സിൽ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ. dy by y is equal to minus k dt. അടുത്ത് ഇതിനെ സോൾവ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഹാഫ് ടൈം ആകുമ്പോൾ ടി എച്ച് ആകുമ്പോൾ അതിനു മുമ്പ് ഇവിടെ ഇനിഷ്യൽ എമൗണ്ട് y0 എന്ന് എടുക്കാം. y0 ആണ് ഇനിഷ്യൽ എമൗണ്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ y of t is equal to c into e raised to minus kt. ഇവിടെ ടിന് 0 കൊടുത്താൽ e raised to 0 എന്നാവും. y of 0 y0. അപ്പോൾ c-ന്റെ വാല്യൂ y0 വരും. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം y-ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? y0 അല്ല, c-ന്റെ പ്ലേസിൽ y0 കൊടുക്കുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ y is equal to y0 into e raised to minus kt. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി ഹാഫ് ലൈഫ് ആകുമ്പോൾ അത് പകുതിയാകാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ടി എന്ന് വെച്ചാൽ h ആയിട്ട് എടുത്താൽ y-ന്റെ വാല്യൂ y0/2 ആവും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ വേണമെന്ന് എഴുതിക്കോണം, y is equal to y0 into e raised to minus kt എന്നുള്ളതാണ്. അപ്പോൾ y0/2 is equal to അവിടെ y0 by e raised to minus kt is equal to 1/2 ആണ്. അപ്പോൾ അവിടെ നിന്ന് h-ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ k കിട്ടുന്നുണ്ടാവും. ഈ k-നെ എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y0 into e raised to minus 0.0000121t. ഇനി 52.5 അത് അവർ പറഞ്ഞിട്ടുണ്ട്, ആ റേഷ്യോ തന്നിട്ടുണ്ട്. അവർ 52.5 ആണ് റേഷ്യോ തന്നിട്ടുണ്ട്, അവർക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയ റേഷ്യോ. അപ്പോൾ ഇനിഷ്യൽ എമൗണ്ടിന്റെ 52.5% ആണ് ഇപ്പോഴുള്ളത്. അപ്പോൾ y-ന്റെ വാല്യൂ 52.5% of y0, ദാറ്റ് ഈസ് y-ന്റെ വാല്യൂ 0.525 y0. y is equal to y0 e raised to minus 0.00012t y-ന്റെ പ്ലേസിൽ ഇത് കൊടുക്കുക. y0 കട്ട് ചെയ്താൽ 0.525 is equal to e raised to minus 0.00122t ആവും. ലോഗ് എടുത്ത് എടുക്കുക. അങ്ങനെ നമുക്ക് ടി ആണ് ആവശ്യം. സമയമാണല്ലോ ചോദിച്ചിരിക്കുന്നത്, എത്ര വർഷം മുമ്പാണ് ഇയാൾ ജീവിച്ചിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പണിക്ക് മാത്തമാറ്റിക്സ് കുറച്ച് വലിയ കാര്യമായിട്ടില്ല. ഇതൊരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് അവർ ക്വസ്റ്റ്യൻ സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്. മോഡലിംഗിൽ വരുന്ന കാര്യം നമ്മൾ മോഡലിംഗിൽ ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് carbon dating find the decay constants. Find the decay constants for carbon 14 നമ്മളിപ്പോൾ ചെയ്ത കാര്യമാണ്. carbon 14 elements, if there are y0 units of carbon 14 at time t is equal to 0.
then find the number of units present after t years. After t ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, വിട്ടുപോയി. Find the decay constant. അതായത് നമ്മൾ കണ്ടുപിടിച്ച സാധനം ഇപ്പൊ ചെയ്ത അതേ സാധനം തന്നെ. Find the decay constant for carbon 14 elements if there are Y0 units of carbon 14 at time t is equal to 0. Then find the number of units present after t years. So നമുക്കറിയാം we have dy by dt is equal to kt minus kt decaying ആണല്ലോ. അപ്പോൾ നമ്മൾ dy is equal dy by t dy is equal to ky ആണല്ലോ നമ്മൾ എടുക്കാറുള്ളത്. dy by dt is equal to minus ky, dy by y is equal to minus k dt, integral 1 by y dy is equal to minus k integral dt, log y is equal to minus kt plus log c. നമ്മളിതെല്ലാം കൂടിയിട്ട് അവസാനം y is equal to c into e raised to minus kt നമ്മൾ സ്ഥിരം എഴുതുന്നതാണ്, ഇവിടുന്ന് എഴുതാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഡീകേ കോൺസ്റ്റന്റ് ആണ്. ഡീകേ കോൺസ്റ്റന്റ് ആണ് നമ്മൾ കെ എന്ന് വിളിക്കുന്നത് അല്ലേ. ഡീകേ കോൺസ്റ്റന്റ് ആണ് നമ്മൾ കെ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവിടെ കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പണി എന്താ? ടി എച്ച് ആവുമ്പോൾ നമുക്കവിടെ actually y of t is equal to c into e raised to minus kt. നമ്മൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ y of 0 is equal to c into e raised to minus kt. ഇനിഷ്യൽ എമൗണ്ട് y0 എന്ന് അവർ തന്നിട്ടുണ്ട്, നമ്മൾ എടുക്കുക. ലെറ്റ് y0 be the initial amount എന്ന് എടുക്കുക. y0 is equal to c into e raised to 0 എന്നാവും. ഇവിടെ 0 ആണ്. c is equal to y0. So y is equal to y0 e raised to minus kt. y0 എന്നിട്ട് ഇനിഷ്യൽ എമൗണ്ട് ആണ്. ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ലെറ്റ് t is equal to h, half time, the half of original substance till present. So then y0 tends to y tends to എന്താവും? പകുതിയാവുമല്ലോ. y tends to y0 by 2. Then equation 1 becomes y0 by 2 is equal to y0 into c raised to minus kh എന്നാവും. അപ്പോൾ ഇവിടുന്ന് 1 by 2 is equal to y0 e raised to minus kh. y0 cancel ചെയ്തല്ലോ. So e raised to minus kh 1 by 2 minus kh is equal to log 1 by 2
നേരത്തെ ചെയ്ത സാധനം തന്നെയാണ്. അപ്പോൾ കാർബണിന്റെ നമ്മൾ H എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ലൈഫ്, കാർബണിന്റെ ഹാഫ് ലൈഫ്, C14 ഹാഫ് ലൈഫ് എത്രയെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. C14 ഹാഫ് ലൈഫ് എത്ര തന്നിട്ടുണ്ടായിരുന്നത്? 5715 അല്ലേ? അപ്പോൾ ഇവിടെ -k × 5715 is equal to log 0.5. So k is equal to log 0.5 by 5715. ഇവിടെ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തപ്പോൾ 0.0 കിട്ടിയല്ലോ. 0.000121 0.00121. അപ്പോൾ ദാറ്റ് ഈസ് y is equal to y0 into e raised to minus 0.0000121 t. ഇത് നമ്മൾ അവിടെ കിട്ടിയ സാധനം തന്നെയാണ്. അപ്പോൾ ഇതാണ് അവിടെ നമുക്ക് ചോദിച്ചിരുന്നത്. എന്താണ്? അപ്പോൾ k ആദ്യം കണ്ടുപിടിച്ചു. kന്റെ വാല്യൂ 0.200121. രണ്ടാമത് ചോദിച്ചിരുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രസന്റ് ആഫ്റ്റർ t years അല്ലെ. t yearsന് ശേഷം എത്ര യൂണിറ്റ് ഉണ്ടാവുമെന്നാണ്. t yearsന് ശേഷം എത്ര ഉണ്ടാവും? y0 ഇൻറ്റു, അതായത് ഇനിഷ്യൽ എത്രയാണോ y0 അതിനെ ഈ എക്സ്പൊണൻഷ്യൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടി ടൈമിൽ. ഇപ്പോൾ t is equal to 10 വർഷമാണെങ്കിൽ ടിക്ക് 10 വർഷം കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? അതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ പകുതിയുള്ളൂ. If 100 grams of a radioactive carbon 14, 100 grams of a radioactive carbon 14 are stored in a cave, for 1000 years. 100 grams of a radioactive carbon 14 are stored in a cave for 1000 years. How many grams will be left at that time? How many grams will be left at that time? അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? y is equal to y0 into e raised to അല്ലേ. അപ്പോൾ ഫ്രം പ്രീവിയസ് പ്രോബ്ലം വി ഹാവ്, എക്സാം എഴുതുമ്പോൾ മൊത്തത്തിൽ എഴുതേണ്ടി വരും. ഫ്രം പ്രീവിയസ് പ്രോബ്ലം വി ഹാവ് y is equal to y0 into e raised to minus 0.0000121 t. y of t is equal to, അപ്പോൾ t ടൈമിലുള്ള എമൗണ്ട് ഇത്രയാണ് അല്ലേ. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ? തൗസൻഡ് ഇയേഴ്സിൻ്റെ കാര്യമല്ലേ പറയണേ. അപ്പോൾ ഇവിടെ 1000 grams ഓഫ് റേഡിയോആക്റ്റീവ് കാർബൺ. അപ്പോൾ അവിടെ ഇനിഷ്യൽ എമൗണ്ട് ഇനിഷ്യൽ എമൗണ്ട് y0 is equal to 100 gram ആണ്. ഇനി ഇവിടുത്തെ t എന്നുള്ളത് 1000 years ആണ്.
T1000 years ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് y of 1000 അല്ലേ? Then നമുക്ക് വേണ്ടത് y of 1000 ആണല്ലോ. Then 1 becomes y of 1000 is equal to y0 100 into e raised to minus 0.0000121 t ന് പകരം എന്താ കൊടുക്കുക 1000 ആണ്. അപ്പോൾ y is equal to 100 into e raised to minus 0.121. അതെന്താ വരും ഇവിടെ? 100 into e raised to minus 0.121 എത്രയാ? ഈ എക്സ്പോണൻഷ്യലിന്റെ ഫംഗ്ഷൻ ഇവിടെ പോസിറ്റീവ് വരുള്ളൂ. എന്ത് വരും ഇവിടെ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്താ? ഇതല്ലേ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ്? ഇല്ലേ, ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇ റൈസ് ടു എക്സിന്റെ ഗ്രാഫ് ഇതാണ്. ഇവിടെ വെച്ചാണ് മാറുന്നത്. അതായത് ഈ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴൊക്കെ വൈന്റെ വാല്യൂ 0ക്ക് 1 ഉടയ്ക്കാണ് ഇവിടെ വരുള്ളൂ. വൈന്റെ വാല്യൂ 0ക്ക് 1 ഉടയ്ക്കായിരിക്കും. ഇവിടെ 0 പോയിന്റ് എത്ര വരിക? എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ചുമ്മാ റിയലിന്റെ ഒരു കാര്യമാണ്, പറഞ്ഞതേ ഉള്ളൂ. ഇ റൈസ് ടു നെഗറ്റീവ് അത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് റിയലിലെ. നെഗറ്റീവ് നമ്പറിന്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ എപ്പോഴും 0ക്ക് 1 ഉടയ്ക്കാതെ. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുക. ഇവിടെ ഇങ്ങോട്ട് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകും. അടുത്ത് y ആക്സിൽ കട്ട് ചെയ്യുന്നത് 1ൽ വെച്ചാണ്. ഇ റൈസ് ടു 01 ആണ്. അതാണ് നമ്മൾ ഇ റൈസ് ടു 01 ആണ്. ഇത്രയും സ്ഥലത്തിന് 1നേക്കാൾ ചെറുതാണ് y വാല്യൂ. എന്ന് വെച്ചാൽ ഇത്രയും പ്ലേസിൽ വരുന്നത്, ഇത്രയും സ്പേസ് വരുന്നത് എന്താണ്? ഈ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ ആണ്. അപ്പോൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0ക്ക് 1 ഉടയ്ക്കായിരിക്കും. അപ്പോൾ എത്ര വരിക? പോയിന്റ് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയോ? 8860. 8860. ആ, അപ്പോൾ വൈന്റെ വാല്യൂ എന്ത് വന്നേ? 88.6 years. 88 നമുക്ക് എമൗണ്ടിൽ യോജിക്കുന്നേ 88.6 grams ലെഫ്റ്റ്. ഇതല്ലേ യോജിക്കുന്നത്? എത്ര ഈ ടൈമിലല്ലേ? ഹൗ മെനി ഗ്രാംസ് വിൽ ബി ലെഫ്റ്റ് എന്നാണ് യോജിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ ചോദിച്ചിരുന്നത്.